ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പൽക്കാലം നമുക്ക് ചിന്തിക്കുവാൻ വേണ്ടി ദൈവം തരുന്ന തിരുവചനം സദൃശവാക്യങ്ങളുടെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 2 മുതൽ താഴോട്ട് നമുക്ക് വായിക്കുമ്പോൾ 2-3 വചനങ്ങൾ വായിക്കാം, 5 വരെ വായിക്കാം. അവിടെ എഴുതിയിരിക്കുകയാണ്: എൻ്റെ വചനങ്ങളെ കൈക്കൊണ്ട് എൻ്റെ കൽപ്പനകളെ നിൻ്റെ ഉള്ളിൽ സംഗ്രഹിച്ചാൽ നീ ബോധത്തിനായി വിളിച്ച് വിവേകത്തിനായി ശബ്ദം ഉയർത്തുന്നുവെങ്കിൽ, അതിനെ വെള്ളിയെപ്പോലെ അന്വേഷിച്ച് നീ നിക്ഷേപങ്ങളെപ്പോലെ തിരയുന്നുവെങ്കിൽ, നീ യഹോവാഭക്തി ഗ്രഹിക്കുകയും ദൈവപരിജ്ഞാനം കണ്ടെത്തുകയും ചെയ്യും. യഹോവയല്ലോ ജ്ഞാനം നൽകുന്നത്. നമ്മൾ വിചാരിക്കും നാം MBBS പഠിച്ചിട്ട് ജ്ഞാനിയാകുമെന്ന്. നാം വലിയ ഡിഗ്രി എടുത്തിട്ട് PhD എടുത്തിട്ട് ജ്ഞാനിയാകുമെന്ന് ചിന്തിക്കുന്ന വ്യക്തികൾ ഇന്ന് ഭൂമിയിൽ അനേകരാണ്. ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയുന്നു, യഹോവാഭക്തി ഗ്രഹിക്കുകയും പരിജ്ഞാനം കണ്ടെത്തുകയും ചെയ്താൽ നമുക്ക് വിവേകവും ബോധവും ഉണ്ടാകും എന്ന് നമ്മളോട് ദൈവവചനം പറയാണ്. നമുക്കറിയാം, ബോധമില്ലാതെ വലിയ ഡിഗ്രി ഉള്ളവരൊക്കെയും ജീവിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ബോധം വരണമെങ്കിൽ, പിന്നെ അവിടെ പറയുകയാണ്, ബോധം വരണമെങ്കിൽ, വിവേകം വരണമെങ്കിൽ എന്ത് ചെയ്യണം? ദൈവത്തിനോടുള്ള ഭക്തി നാം ഗ്രഹിക്കണം. ദൈവഭക്തിയെ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ, ദൈവഭക്തിയെ ഉൾക്കൊള്ളുവാൻ ശ്രമിക്കുമ്പോൾ, ദൈവപരിജ്ഞാനം കണ്ടെത്തുവാൻ പരിശ്രമിക്കുമ്പോൾ നമുക്കെന്തുണ്ടാകും? നമുക്ക് ബോധമുണ്ടാകും, വിവേകമുണ്ടാകും എന്ന് ദൈവവചനം പറയുന്നു. ആയതുകൊണ്ട് നാം എത്ര ഈ ലോകത്തിൻ്റെ ഡിഗ്രി എടുത്താലും ലഭിക്കാത്ത ജ്ഞാനം, നോളജ്, വിവേകം, വിസ്ഡം ഇതൊക്കെ നമ്മൾക്ക് പ്രാപിക്കുവാൻ, സുബോധമുള്ളവരായി ജീവിക്കുവാൻ നമുക്ക് ദൈവത്തിൻ്റെ വചനം കൈക്കൊള്ളാം, ദൈവത്തിൻ്റെ വചനം ഏറ്റെടുക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.